കപ്പഡോക്കിയ. ഈ പേരിൽ തന്നെയുണ്ട് ഒരു കൗതുകം. പേരുപോലെ തന്നെ തുർക്കിയിലെ കപ്പഡോക്കിയയുടെ ഭൂപ്രകൃതിയും സംസ്കാരവുമെല്ലാം ലോകാത്ഭുതമാണെന്ന് പറയാം. ഫെയറി ചിമ്മിനി എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്ന സെഡിമെന്ററി റോക്ക് ഫോർമേഷനുകളാണ് ഈ ഭൂപ്രദേശത്തിന് അസാധാരണമായ രൂപം നൽകുന്നത്. ആദ്യം കാണുന്നവർക്ക് മറ്റേതോ ഗ്രഹത്തിലെത്തിയ പ്രതീതിയാകും ഉണ്ടാവുക. അതുമാത്രമല്ല, സൂര്യപ്രകാശത്തിന്റെ നിറത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഭൂപ്രകൃതിക്ക് കാഴ്ചയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും അതിഗംഭീരമായൊരു കാഴ്ചയാണ്. ഈ ദുർബല റോക്ക് ഫോർമേഷനുകൾ കേന്ദ്രീകരിച്ചുണ്ടായ അസാധാരണമായ സംസ്കാരമാണ് കപ്പഡോക്കിയയുടെ പ്രത്യേകത. കട്ടികൂടിയ പുറവും കട്ടികുറഞ്ഞ ഉൾഭാഗവുമുള്ള പാറക്കെട്ടുകൾ തുരന്നെടുത്തായിരുന്നു ഈ നാട്ടുകാർ വീടുകളും ദേവാലയങ്ങളും ധാന്യപ്പുരകളും മറ്റും നിർമ്മിച്ചിരുന്നത്. ഭൂമിക്കടിയിലുള്ള പട്ടണങ്ങളാണ് മറ്റൊരത്ഭുതം. ചിതൽപുറ്റുകളുടെയും ഉറുമ്പുകളുടെയും മറ്റും കൂടുകൾക്ക് സമാനമായ ഭൂഗർഭ അറകളുടെ സമുച്ചയം. പോകാം, കെട്ടുകഥകൾക്ക് സമാനമായ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന കപ്പഡോക്കിയയുടെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് കപ്പഡോക്കിയ നഗരത്തിലെ പ്രധാനപ്പെട്ട 11 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഹോട്ട് എയർ ബലൂൺ സഫാരി, തുടർന്ന് കപ്പഡോക്കിയ ATV ടൂർ, അടുത്തതായി ഗോരമേ ഓപ്പൺ എയർ മ്യൂസിയം, പിന്നെ ഓർത്ത ഹിസാർ കാസിൽ, തുടർന്ന് പീജിയൻ വാലി, അടുത്തതായി ലവ് വാലി, പിന്നെ റെഡ് വാലി ആൻഡ് റോസ് വാലി, തുടർന്ന് ബുറായി പോട്ടറി ഫാക്ടറി, അടുത്തതായി ഉറാനോസ് സരിഗായ, അവിടെ നിന്നും കൈമാക്ലി അണ്ടർഗ്രൗണ്ട് സിറ്റി, അവസാനമായി ഇലാറ വാലി. കപ്പഡോക്കിയയിലെ ഏറ്റവും ജനപ്രിയമായ ആക്ടിവിറ്റി ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഹോട്ട് എയർ ബലൂൺ സഫാരി. ഒരു ഹോട്ട് എയർ ബലൂണിൽ നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഒരിക്കലും ഒഴിവാക്കാത്ത വിനോദമാണിത്. ഈ യാത്രയിൽ കപ്പഡോക്കിയൻ ഭൂപ്രകൃതിയുടെ സൗന്ദര്യം പൂർണ്ണ രൂപത്തിൽ കണ്ടറിയാനാകും. ഹോട്ട് എയർ ബലൂൺ യാത്രയ്ക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് ഉത്തമം. പരിശോധനകൾ നടത്തി മികച്ച കമ്പനി തെരഞ്ഞെടുക്കണം. സുരക്ഷാ സംവിധാനങ്ങളിലും സർവീസിലും നിലവാരം ഉറപ്പുവരുത്താനാണിത്. അതിരാവിലെയാണ് ബലൂൺ റൈഡിനായി പുറപ്പെടേണ്ടത്. ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ടൂർ കമ്പനികൾ ചെയ്തു തരും. നേരം പുലരും മുൻപ് തന്നെ ബലൂൺ ഉയർത്തുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടതുണ്ട്. ഈ പ്രക്രിയയിൽ സന്ദർശകർക്ക് പങ്കെടുക്കാനും കഴിയും. ഇന്ധനം കത്തിച്ച ശേഷം ചൂടുവായു നിറച്ചാണ് ബലൂൺ വീർപ്പിക്കുക. അതിനുശേഷം സൂര്യനുദിക്കും മുൻപ് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുന്നു. ഉദയം കാണുന്നത് ബലൂണിന്റെ ഗൊണ്ടോളയിൽ നിന്നുകൊണ്ടാണ്. അതോടൊപ്പം ചുവന്ന സൂര്യരശ്മികൾ പതിച്ച് സവിശേഷ ഭംഗി കൈവരുന്ന ഫെയറി ചിമ്മിനികളും താഴെ അതിഗംഭീരമായ കാഴ്ചയാകുന്നു.
ഒരേ സമയം അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന നൂറുകണക്കിന് ബലൂണുകളാണ് ഈ യാത്രയുടെ മറ്റൊരാകർഷണം. ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ കൂടുതൽ മനോഹരമാകുന്നതിനാൽ ഫോട്ടോഗ്രാഫർമാരുടെയും പ്രിയപ്പെട്ട ആക്ടിവിറ്റികളിൽ ഒന്നാണിത്. സോഷ്യൽ മീഡിയയിൽ ഈ ഫ്രെയിമുകൾക്ക് വലിയ പ്രചാരവും കിട്ടാറുണ്ട്. ഗൊണ്ടോളയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഒരു ഷാമ്പയിൻ പാർട്ടിയോടെയാണ് ബലൂൺ റൈഡ് അവസാനിക്കുന്നത്. ATV എന്ന് പൊതുവെ വിളിക്കുന്ന ഓൾ ടെറൈൻ വെഹിക്കിളുകൾ കപ്പഡോക്കിയയിലെ ഒരു പ്രധാന യാത്രാമാർഗമാണ്. ഈ വാഹനം ഓടിക്കുന്നത് രസകരമായ ഒരനുഭവവും. കപ്പഡോക്കിയയിലെ വ്യൂ പോയിന്റുകൾ ഒഴികെയുള്ള ഡെസ്റ്റിനേഷനുകളിലേക്ക് മറ്റു വാഹനങ്ങളിൽ എത്താനാകില്ല. നടന്നു വേണം അത്തരം ഇടങ്ങൾ സന്ദർശിക്കാൻ. കഠിനമായ ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥകളിൽ ശാരീരിക ശേഷി കുറഞ്ഞവർക്ക് നടത്തം പ്രായോഗികമല്ല. അത്തരം ഘട്ടങ്ങളിൽ ATVകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കപ്പഡോക്കിയയിലെ മിക്ക ഡെസ്റ്റിനേഷനുകളിലും ഇത്തരം ATVകൾ ലഭ്യമാണ്. വാഹനം ഓടിച്ചു പരിചയമില്ലാത്തവർക്കും കൈകാര്യം ചെയ്യാനാകുമെന്നതാണ് ATVകളുടെ മറ്റൊരു പ്രത്യേകത. കപ്പഡോക്കിയയിൽ ഇനി നാം സന്ദർശിക്കുന്നത് പ്രാദേശിക സംസ്കാരം അവതരിപ്പിച്ചിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. ഗോരമെ ഓപ്പൺ എയർ മ്യൂസിയം. ഈ മേഖലയിലെ മിക്ക ഫെയറി ചിമ്മിനികളും ഇന്ന് അപകടാവസ്ഥയിലാണുള്ളത്. കാലാവസ്ഥാ വ്യതിയാനവും കാലപ്പഴക്കവും ദുർബലമായ റോക്ക് ഫോർമേഷനുകളെ നാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇതുപോലൊരു മ്യൂസിയത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ജനത വികസിപ്പിച്ചെടുത്ത അസാധാരണമായ ഒരു സംസ്കാരം ഇവിടെ അതേപടി സംരക്ഷിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇതിനായി തകർച്ചാ ഭീഷണി നേരിടുന്ന നിർമ്മിതികൾ സിമന്റിട്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവയെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയും ചെയ്യുന്നു. ഒരു ക്രൈസ്തവ മൊണാസ്റ്ററി നിലനിന്നിരുന്ന പ്രദേശമാണ് ഇപ്പോൾ ഓപ്പൺ എയർ മ്യൂസിയമാക്കി മാറ്റിയിട്ടുള്ളത്. ഇവിടുത്തെ ഫെയറി ചിമ്മിനികളിൽ ദേവാലയങ്ങൾ, സന്യാസി മഠങ്ങൾ, മതവിദ്യാലയങ്ങൾ, സെമിത്തേരികൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിരുന്നു. സന്യാസിമാർ തന്നെയാണ് പാറക്കെട്ടുകൾ തുരന്നെടുത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നതിനാൽ സൗന്ദര്യവൽക്കരണത്തിന് അവർ ശ്രമിച്ചിരുന്നില്ല. അതേസമയം ദേവാലയങ്ങൾ മ്യൂറലുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. മ്യൂസിയത്തിലെ മിക്ക ദേവാലയങ്ങൾക്കും 10 നൂറ്റാണ്ടോളം പഴക്കവുമുണ്ട്. വലിയൊരു കാലഘട്ടത്തിലെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മ്യൂസിയം ഒരു ഗൈഡിനൊപ്പം സന്ദർശിക്കുന്നതാണ് നല്ലത്. അത്ഭുതപ്പെടുത്തുന്ന ഒട്ടേറെ വിവരങ്ങൾ യാത്രക്കിടയിൽ അവർ നമ്മളുമായി പങ്കുവെക്കും. നമുക്കിനി പോകേണ്ടത് ഓർത്താഹിസാർ എന്ന പട്ടണത്തിലേക്കാണ്. കപ്പഡോക്കിയൻ ഭൂപ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും തനത് കാഴ്ചകൾ കാണാൻ കഴിയുന്ന അധികം തിരക്കില്ലാത്തൊരു ഡെസ്റ്റിനേഷൻ. ഓർത്താഹിസാർ കാസിൽ എന്നറിയപ്പെടുന്ന വലിയ പാറക്കെട്ടാണ് ഓർത്താഹിസാറിലെ പ്രധാന ആകർഷണം. ഇത്തരം ഒറ്റക്കൽ ഫോർമേഷനുകൾ ഫെയറി ചിമ്മിനി എന്ന പേരിൽ പൊതുവെ അറിയപ്പെടുന്നു. കപ്പഡോക്കിയയിലെ ഏറ്റവും വലിയ ഫെയറി ചിമ്മിനി ഓർത്താഹിസാർ കാസിലാണ്. 90 മീറ്ററോളം വരും ഉയരം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതിൽ ഗുഹകൾ ഉണ്ടാക്കി ആളുകൾ താമസം തുടങ്ങിയിരുന്നു. 1970-കൾ വരെ അവർ ഗുഹാവാസം തുടരുകയും ചെയ്തു.
പിന്നീട് അപകടസാധ്യത കണക്കിലെടുത്ത് ഗവൺമെന്റ് ജനങ്ങളെ പുനരധിവസിപ്പിക്കുകയാണ് ഉണ്ടായത്. ഏറെക്കാലം ടൂറിസ്റ്റുകൾക്കും പ്രവേശനം നിഷേധിച്ചിരുന്നു. അടുത്ത കാലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയും സുരക്ഷ ഒരുക്കിയും ടൂറിസം അനുവദിച്ചത്. ഇപ്പോൾ ഉൾവശത്തെ കോണികളും സ്റ്റെപ്പുകളും കയറി പാറക്കെട്ടിന്റെ ഏറ്റവും മുകളറ്റം വരെ എത്താനാകും. ഇവിടെ നിന്നുകൊണ്ട് ചുറ്റുമുള്ള കപ്പഡോക്യൻ ഭൂപ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളും ആസ്വദിക്കാം. സൂര്യാസ്തമയ സമയത്താണ് കാസിലിലേക്ക് കൂടുതൽ ആളുകൾ എത്തുക. ഓർത്താഹിസാറിൽ ആസ്വദിക്കേണ്ട മറ്റൊരു ആക്ടിവിറ്റി ഹൈക്കിംഗ് ആണ്. കുന്നുകളും താഴ്വരകളും ഉൾപ്പെടുത്തി രസകരമായ ധാരാളം ട്രെയിലുകൾ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട്. കപ്പഡോക്കിയയുടെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു മുഖം യാത്രയിൽ കാണാനാകും. ഇനി കാണേണ്ടത് കപ്പഡോക്കിയയിലെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകളുള്ള ഒരു താഴ്വരയാണ്. പീജിയൻ വാലി. പ്രാവുകളെ ആകർഷിക്കാൻ നിർമ്മിച്ചിട്ടുള്ള പീജിയൻ ഹൗസുകളാണ് ഈ പേരിന് ആധാരം. കപ്പഡോക്കിയയിൽ കർഷകർ പ്രാവുകളുടെ വിസർജ്യം വളമായി ഉപയോഗിക്കുന്നുണ്ട്. പ്രാവുകൾക്ക് വേണ്ടി കൂടുകൾ നിർമ്മിച്ച് അവയെ പാർപ്പിച്ചാണ് വിസർജ്യം ശേഖരിച്ചിരുന്നത്. ഈ പ്രാവിൻ കൂടുകളാണ് പീജിയൻ വാലിയിലെ പ്രധാന കാഴ്ച. നിലവിൽ വിസർജ്യം ശേഖരിക്കുന്ന പതിവ് ഇവിടെ നിലനിൽക്കുന്നില്ല. എങ്കിലും കഴിഞ്ഞുപോയ കാലത്തിന്റെ സ്മാരകമായി ഈ കൂടുകൾ സംരക്ഷിച്ചിരിക്കുകയാണ്. മറ്റ് താഴ്വരകളിലെ പോലെ പീജിയൻ വാലിയിലും ധാരാളം ഫെയറി ചിമ്മിനികൾ കാണാനാകും. താഴ്വരയുടെ കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി വ്യൂ പോയിന്റുകൾ പലയിടങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. ഹൈക്കിംഗ് ആണ് ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റി. 4 കിലോമീറ്റർ നീളമുള്ള ട്രെയിൽ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ സമയം കൊണ്ട് ഈ ദൂരം നടന്നു തീർക്കാനുമാകും. പീജിയൻ വാലിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സ്മാരകമാണ് ഉച്ചിസാർ കാസിൽ. ഇവിടെ പഴയ ഗുഹാ വീടുകളും സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായ നിർമ്മിതികളുമുണ്ട്. ഗൈഡഡ് ടൂറിലൂടെ നിങ്ങൾക്ക് ഉച്ചിസാർ കാസിലും വിശദമായി കാണാനാകും. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ലവ് വാലി. പണ്ടൊരു രാജാവിൽ നിന്നും രക്ഷ തേടിയെത്തിയ കമിതാക്കളുടെ കെട്ടുകഥ ഈ താഴ്വരയുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊഴിച്ചാൽ കപ്പഡോക്കിയയിലെ തനത് ഭൂപ്രകൃതിയുടെ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയുമുള്ളത്. ഫെയറി ചിമ്മിനി എന്ന് വിശേഷിപ്പിക്കുന്ന കൂർത്തുയരുന്ന ഫോർമേഷനുകൾ ലവ് വാലിയിൽ ധാരാളമായി കാണാം. ഉയർന്ന പ്രദേശങ്ങളിലെ വ്യൂ പോയിന്റുകളിൽ നിൽക്കുമ്പോഴാണ് ഈ ഫോർമേഷനുകളുടെ മനോഹാരിത പൂർണ്ണതോതിൽ ആസ്വദിക്കാനാവുക. സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ദൃശ്യങ്ങൾ കൂടുതൽ ഗംഭീരമാവുകയും ചെയ്യും. റോക്ക് ഫോർമേഷനുകൾ നിരന്നു നിൽക്കുന്ന ലവ് വാലി താഴ്വരയിലൂടെയാണ് ഹൈക്കിംഗ് ട്രെയിലുകൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്. താൽപ്പര്യമുള്ള ട്രെയിൽ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് താഴ്വരയിലൂടെ കാൽനടയായി സഞ്ചരിക്കാം. ഇനി കാണേണ്ടത് കപ്പഡോക്യ മേഖലയിലെ മറ്റൊരു പ്രധാന ഹൈക്കിംഗ് ഡെസ്റ്റിനേഷനാണ്. റെഡ് ആൻഡ് റോസ് വാലീസ് എന്നറിയപ്പെടുന്ന താഴ്വരയാണ് ഡെസ്റ്റിനേഷൻ. കൂർത്ത് ഉയർന്നു നിൽക്കുന്ന റോക്ക് ഫോർമേഷനുകൾ തന്നെയാണ് ഈ താഴ്വരയുടെയും മുഖ്യ ആകർഷണം.
ഈ ശിലാരൂപങ്ങൾക്ക് ഉയരം കുറവായതിനാൽ മൊത്തത്തിൽ സവിശേഷമായൊരു ഭംഗി കൈവരുന്നുണ്ട്. ഉയർന്ന വ്യൂ പോയിന്റുകളിൽ നിന്നും നോക്കുമ്പോൾ അന്യഗ്രഹത്തിലോ മറ്റോ എത്തിയ പ്രതീതിയാണ് ഉണ്ടാവുക. ഇത്തരത്തിലുള്ള കാഴ്ച സാധ്യമാകുന്ന നിരവധി വ്യൂ പോയിന്റുകളും താഴ്വരയിൽ സജ്ജമാണ്. റോക്ക് ഫോർമേഷനുകൾക്കിടയിലൂടെയാണ് ഹൈക്കിംഗ് ട്രെയിലുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. 3 മുതൽ 5 വരെ കിലോമീറ്റർ നീളമുള്ള ട്രെയിലുകൾ ഇവിടെയുണ്ട്. ഇവ നടന്നു തീർക്കാൻ 2 മുതൽ 3 വരെ മണിക്കൂറുകൾ വേണം. റോക്ക് ഫോർമേഷനുകൾക്ക് പുറമെ പാറക്കെട്ട് തുറന്നുണ്ടാക്കിയ വീടുകളും ദേവാലയങ്ങളും അടക്കമുള്ള സ്മാരകങ്ങളും യാത്രക്കിടയിൽ കാണാനാകും. സൂര്യാസ്തമയ സമയത്താണ് റെഡ് ആൻഡ് റോസ് വാലീസ് ഒരു അസാധാരണ കാഴ്ചയാകുന്നത്. സൂര്യന്റെ നിറത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഈ ഭൂപ്രകൃതിയുടെ നിറങ്ങളിലും തുടർച്ചയായി മാറ്റങ്ങൾ ഉണ്ടാകും. ചുവപ്പിന്റെയും ഓറഞ്ചിന്റെയും പല ഷെയ്ഡുകളാണ് പ്രധാനമായും ദൃശ്യമാവുക. ക്യാമറയിൽ ഈ നിറഭേദങ്ങൾ അതിമനോഹരമായ ഫ്രെയിമുകളും സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫർമാരുടെയും പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനാണിത്. ഇനി പോകുന്നത് കപ്പഡോക്കിയയിലെ പരമ്പരാഗത പാത്രനിർമ്മാണം പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ്. അവനോസ് പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഗുറായി പോട്ടറി ഫാക്ടറി. കപ്പഡോക്കിയയിൽ മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയ സമൂഹമാണ് അവനോസ് പട്ടണത്തിലേത്. ഒരു കാലത്ത് അവനോസിലെ പുരുഷന്മാരുടെ വിവാഹം നടക്കണമെങ്കിൽ പോലും ഈ തൊഴിലിൽ വൈദഗ്ധ്യം നേടണമായിരുന്നു. ഭൂമിക്കടിയിലാണ് ഗുറായി പോട്ടറി ഫാക്ടറിയുടെ പ്രവർത്തനം. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകം ടൂറുകൾ ഇവർ നടത്തുന്നുണ്ട്. മൺപാത്ര നിർമ്മാണത്തിന്റെ ചരിത്രവും വിവിധ ഘട്ടങ്ങളും ഇവിടെ വിശദമായി കണ്ടു മനസ്സിലാക്കാം. കൂടാതെ നിർമ്മാണം നേരിട്ട് കാണുകയും ആവാം. പഴയകാലത്ത് കാലുകൊണ്ട് കറക്കുന്ന ഒരുതരം ചക്രങ്ങളാണ് പാത്രം തയ്യാറാക്കാൻ ഉപയോഗിച്ചിരുന്നത്. മുകളിൽ കുഴച്ച മണ്ണ് വെച്ച ശേഷം കാലുകൊണ്ട് ചക്രം തിരിച്ച് കൈകൾ കൊണ്ട് പാത്രം രൂപപ്പെടുത്തിയെടുക്കുന്നു. നല്ല വൈദഗ്ധ്യമുണ്ടെങ്കിൽ മാത്രമേ പ്രവൃത്തി വിജയകരമായി പൂർത്തിയാക്കാനാകൂ. താൽപ്പര്യമുണ്ടെങ്കിൽ ഈ പാത്രനിർമ്മാണം പരീക്ഷിക്കാൻ അവസരമുണ്ട്. ആധുനിക കാലത്തെ യന്ത്ര സംവിധാനങ്ങളാണ് ഫാക്ടറിയിൽ മറ്റൊരു വിഭാഗത്തിലുള്ളത്. മൂന്നാമത്തേത് പാത്രങ്ങളിൽ ചിത്രപ്പണികൾ നടത്തുന്ന പ്രവൃത്തിയാണ്. ചിത്രം വരയ്ക്കുന്നത് നേരിട്ട് കാണാനും കഴിയും. മനോഹരമായ പാത്രങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പും ഫാക്ടറിയുടെ ഭാഗമായുണ്ട്. കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലോകത്തെവിടെയും ഇവർ എത്തിച്ചു നൽകുമെന്നതാണ് ഗുറായി പോട്ടറി ഫാക്ടറിയുടെ മറ്റൊരു പ്രത്യേകത. ഇനി അവനോസിലെ വേറിട്ട കാഴ്ചയിലേക്കാണ് നാം പോകുന്നത്. ഉറാനോസ് സരിഗായ എന്ന കൗതുകകരമായ പേരുള്ള ഭൂഗർഭ റെസ്റ്റോറന്റ്. കുന്നിൻചെരുവിലെ ഒരൊറ്റപ്പെട്ട സ്ഥലത്താണ് ഉറാനോസ് സരിഗായ സ്ഥിതി ചെയ്യുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ റെസ്റ്റോറന്റിന്റെ പ്രവേശന കവാടം മാത്രമേ കാണാനാകൂ. ഇവിടം മുതൽ തന്നെ റെസ്റ്റോറന്റ് നമ്മെ അത്ഭുതപ്പെടുത്തി തുടങ്ങും. ഗേറ്റ് കടന്നു ചെല്ലുന്നത് കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ച് മനോഹരമായി ലൈറ്റപ്പ് ചെയ്ത ഇടനാഴിയിലേക്കാണ്. ടർക്കിഷ് പാരമ്പര്യം തെളിഞ്ഞു കാണാനാകുന്ന മനോഹരമായൊരു കോറിഡോർ. 100 മീറ്ററോളം നീളമുള്ള ഇടനാഴി വലിയൊരു ഹാളിൽ ചെന്ന് അവസാനിക്കും. മധ്യത്തിലെ
വിശാലമായ ഹാളിൽ നിന്നും വശങ്ങളിലേക്ക് 8ഓളം ചെറിയ ഹാളുകൾ നീണ്ടുപോകുന്നുണ്ട്. ഇവിടെയെല്ലാം മേശകളിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നു. കല്ലിൽ കൊത്തിയെടുത്താണ് ഇരിപ്പിടങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. നിർമ്മാണത്തിലെ സവിശേഷതകൾക്കൊപ്പം ടർക്കിഷ് സംഗീതത്തിന്റെയും മറ്റും സഹായത്തോടെ രസകരമായൊരു ആംബിയൻസും ഒരുക്കിയിട്ടുണ്ട്. ടർക്കിഷ് വിഭവങ്ങളാണ് ഈ റെസ്റ്റോറന്റിൽ പ്രധാനമായും വിളമ്പുന്നത്. ആവശ്യപ്പെട്ടാൽ മറ്റ് വിഭവങ്ങൾ നൽകാനും ഇവർ സജ്ജമാണ്. സംഗീതവും നൃത്തവുമെല്ലാം ഉൾപ്പെടുന്ന പാർട്ടികളും മറ്റുമായി രാത്രിയിലും ഉറാനോസ് സരിഗായ സജീവമാണ്. ആഘോഷങ്ങൾ നേരം പുലരുവോളം നീളുകയും ചെയ്യും. കപ്പഡോക്കിയ മേഖലയിലെ പ്രധാന കാഴ്ചകളിലൊന്നാണ് വിശാലമായ അണ്ടർഗ്രൗണ്ട് പട്ടണങ്ങൾ. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് സാമൂഹിക ജീവിതം നയിച്ചിരുന്ന ഗുഹാസമുച്ചയങ്ങളാണിത്. കപ്പഡോക്കിയയിൽ നിലനിന്നിരുന്ന 200ഓളം ഭൂഗർഭ സെറ്റിൽമെന്റുകളിൽ 10ഓളം എണ്ണം മാത്രമേ നിലവിൽ അവശേഷിക്കുന്നുള്ളൂ. നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൈമാക്ലി പട്ടണത്തിലെ അത്തരമൊരു അണ്ടർഗ്രൗണ്ട് സിറ്റിയിലാണ്. ഒരു ചിതൽപുറ്റിൻ ഉൾവശം എങ്ങനെയോ അങ്ങനെ തന്നെ രൂപീകരിച്ചിട്ടുള്ളൊരു നിർമ്മിതി. ഓരോ കുടുംബത്തിന് താമസിക്കാൻ വീടുകൾക്ക് സമാനമായ മുറികളുടെ കൂട്ടമാണുള്ളത്. കിടപ്പുമുറികൾ, ഹാൾ, ഷെൽഫുകൾ എന്നിവയെല്ലാം ഓരോ വീടിനുമുണ്ട്. പൊതു അടുക്കളയിൽ ഒരുമിച്ച് പാകം ചെയ്ത് ഭക്ഷിക്കുകയായിരുന്നു ഈ സമൂഹത്തിലെ രീതി. വീടുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നതും പട്ടണത്തിൽ സഞ്ചാരം സാധ്യമാക്കിയിരുന്നതും ടണലുകളിലൂടെയാണ്. ഒരാൾക്ക് മാത്രം കഷ്ടി നടന്നു പോകാനാവുന്ന തുരങ്ക വഴികളായിരുന്നു ഇവ. ധാന്യ സംഭരണ കേന്ദ്രങ്ങൾ, ദേവാലയങ്ങൾ, വിദ്യാലയങ്ങൾ എന്നിങ്ങനെ പല പൊതുസ്ഥാപനങ്ങളും ഇതിനുള്ളിൽ പ്രവർത്തിച്ചിരുന്നു. ശുദ്ധവായു ഉറപ്പാക്കാൻ വെന്റിലേഷൻ ഷാഫ്റ്റുകളാണ് ഉൾവശത്ത് നൽകിയിരുന്നത്. ഒരു ഗൈഡിന്റെ നേതൃത്വത്തിൽ വേണം ഇത്തരം അണ്ടർഗ്രൗണ്ട് സിറ്റികളിൽ സന്ദർശനം നടത്താൻ. അല്ലെങ്കിൽ പരിചയമില്ലാത്ത വഴികളിൽ ചിലപ്പോൾ നാം അകപ്പെട്ടു പോകും. ഭൂഗർഭ പട്ടണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദമായി അറിയാനും ഗൈഡിന്റെ സഹായം വേണം. കൈമാക്ലിയിലെ മറ്റൊരാകർഷണം ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. നാടൻ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളാണ് ഇവിടെ ഭൂരിഭാഗവും. വിലയും പൊതുവെ കുറവായതിനാൽ സുവനീറുകൾ വാങ്ങാൻ കൈമാക്ലി നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. കപ്പഡോക്കിയ എന്നാൽ ഫെയറി ചിമ്മിനികൾ മാത്രമല്ല. നാം ഇപ്പോൾ പോകുന്നത് കപ്പഡോക്കിയയുടെ തികച്ചും വേറിട്ട മറ്റൊരു കാഴ്ചയിലേക്കാണ്. ഇലാറ വാലി. ഇതൊരു മലയിടുക്കാണ്. മെലൻഡിസ് എന്ന നദി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം നൽകിയ മലയിടുക്ക്. 14 കിലോമീറ്റർ നീളമുണ്ട് ഈ മലയിടുക്കിന്. ജലത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ പരിസര പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു ആവാസ വ്യവസ്ഥ ഇതിനുള്ളിൽ കാണാനാകും. പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും മനോഹരമാണ്. ഹൈക്കിംഗ് ആണ് ഇലാറയിലെ പ്രധാന ആക്ടിവിറ്റി. മലയിടുക്കിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് കിലോമീറ്ററുകളോളം സഞ്ചരിക്കാം. നിരവധി ഹൈക്കിംഗ് ട്രെയിലുകൾ ഇതിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുകയുമാവാം. കപ്പഡോക്കിയ എത്ര കണ്ടാലും മതിവരാത്തൊരു നാടാണ്.
മനുഷ്യഭാവനയ്ക്കും അതീതമായ ഒരു ഭൂപ്രകൃതിയും സംസ്കാരവും ഇവിടെ സഹസ്രാബ്ദങ്ങളായി നിലനിന്നു വരുന്നു. ദുർബലമായ പാറക്കെട്ടുകൾ തുരന്നെടുത്താണ് വീടുകളും മറ്റും പണി കഴിപ്പിച്ചിരുന്നത്. ഇന്ന് ഇവയെല്ലാം കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മയായി സംരക്ഷിച്ചു വരികയാണ്.